ഹെർണിയക്ക് വേണ്ടിട്ട് ഹെർണിയ മാറാനായിട്ട് ഒരു എണ്ണ ഉണ്ടെന്ന് കേട്ടല്ലോ, അതെങ്ങനെ കൊള്ളാമോ? ആദ്യ സിസ്റ്റിന് ഹെർണിയ എന്താണെന്നറിയോ? ശരിക്കും ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടല് വലിയ നീളമുള്ളൊരു സാധനമാണ്. ഇത് ഭയങ്കര പ്രഷറിൽ നമ്മുടെ വയറിലെ മസിൽസും ഫേഷ്യയും സ്കിന്നും ഒക്കെ കൊണ്ട് അടിച്ചമർത്തി വെച്ചിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വയറിന്റെ മസിൽസിൽ ഒന്ന് ലൂസായിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുടൽ ആ ഗ്യാപ്പിൽ കൂടെ തള്ളി പുറത്തോട്ട് വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഹെർണിയ എന്ന് പറയുന്നത്. ഇതാ ഈ പിക്ചർ കണ്ടോ, ഇതുപോലെ കുടലിങ് പിരിഞ്ഞ് നമ്മുടെ വയറിനകത്ത് കിടക്കുകയാണ്. ഈ സാധനം ഇതിനകത്തൂടെ ഈ വയറിന്റെ ഈ മസിൽസിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ തള്ളി ഈ കുടലിങ്ങനെ ഒരു ചെറിയ ഭാഗം പുറത്തോട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഈ തള്ളി നിൽക്കുന്ന ഭാഗത്തിനെ തള്ളി അകത്തോട്ടാക്കി ഈ രണ്ട് പോർഷന്റെ ഇടയിൽ ഒരു മെഷും കൂടി ഇട്ടിട്ടാണ് ഇത് ബലത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ശരിക്കും ഹെർണിയ റിപ്പയർ സർജറി എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ഹെർണിയക്ക് വേണ്ടിയിട്ട് ഈ തൈലം തേക്കാം അല്ലെങ്കിൽ ഗുളിക കഴിച്ചാൽ മതി ഹെർണിയ മാറും, ഇതൊക്കെ ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയുള്ള ഒരു കുടല് തള്ളി പുറത്തോട്ടിരിക്കുന്നതിന് എന്ത് മരുന്ന് കഴിച്ചാണ് ഇതിനെ മാറ്റാൻ പറ്റുക, അല്ലെങ്കിൽ എന്ത് എണ്ണ തേച്ചാലാണ് ഇത് ഉള്ളിലേക്ക് പോവുക? അങ്ങനെ ഒരു കാര്യമൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണോ ഈ തൈലമൊക്കെ വിപണിയിൽ വന്നതെന്നും അതിന്റെ റീസൺസും എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മെഡിക്കൽ പരമായ അറിവില് ഹെർണിയ ഒരു സർജറി റിപ്പയർ ചെയ്ത് മാത്രമേ നേരെയാക്കാൻ പറ്റുള്ളൂ. അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്താൽ മതി. അതായത് കോംപ്ലിക്കേറ്റഡ് ആകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുള്ള ഹെർണിയാസ് മാത്രം സർജറി ചെയ്താൽ മതി. അതല്ലെങ്കിൽ അത് അവർക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ.